പ്രിയപ്പെട്ടവരെ, 3 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. 3ഉം കച്ചവടക്കാരെ സംബന്ധിച്ചിട്ടാണ്. നേരത്തെ ഞാനൊരു വീഡിയോയും പിന്നെ ഒരു ലൈവും ചെയ്തതിൽ പറഞ്ഞിരുന്നു. കച്ചവടക്കാര് പൂട്ടിപ്പോണ്ട, പരിഹാരമുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ പരിഹാരമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നിലവില് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് കച്ചവടമില്ല. അവര് വലിയ പ്രതിസന്ധിയിലാണ്. എല്ലാം ഓൺലൈൻ ആൾക്കാര് വാങ്ങുന്നത്. അതായത് കടയിൽ വന്ന് വാങ്ങാൻ സൗകര്യമല്ല. ചിലരൊക്കെ വാട്സാപ്പിൽ ഇന്നത് വേണമെന്ന് പറയുന്നു. നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കുന്നു. പൈസ വാങ്ങുന്നു പോരുന്നു. പക്ഷെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പൈസയും അത് നടക്കണമില്ല. അപ്പോൾ ഈ ഈ കാലത്ത് ഈ ഇന്റർനെറ്റിന്റെ കാലത്ത് നമ്മൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് നോക്കി കൊട്ടാവിട്ടിരിക്കുന്ന ആൾക്കാർ ഒരു കൂട്ടർ. പിന്നെ നേരത്തെയൊക്കെ കച്ചവടം നടത്തി വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ പൂട്ടിപ്പോയ വേറെ കുറച്ച് പേർ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വരുമാന മാർഗം കണ്ടെത്തണമെന്ന് കരുതുന്നവർ. നിലവിൽ ഈ 3 വിഭാഗങ്ങൾക്കും അവരുടെ പ്രാദേശികമായിട്ടാണ് കച്ചവടം. അതായത് 2, 3, 4 കിലോമീറ്ററിന്റെ ചുറ്റളവിൽ മാത്രമേ കട നടക്കുള്ളൂ. ഒരു പലചരക്കടയ്ക്ക് അത്രേ ഉണ്ടാവുള്ളൂ. ഒരു കൂൾ ബാർ ആയാലും ഒരു പച്ചക്കറി കടയായാലും ഒരു മീൻ പീടിക ആയാലും ഇത്രയും ചുറ്റുവട്ടത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അറിയാലോ, നമുക്കറിയാലോ. അല്ലാതെ കൊച്ചിയിൽ നിന്നും ഗോകർണത്തൊന്നും നമ്മുടെ കടയിൽ നിന്ന് ഉള്ളിയും സവാളയും വാങ്ങാൻ ആരും വരെയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇട്ടാവട്ടത്തിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ആപ്പ് ഉണ്ടാക്കാനും പറ്റൂല. അതിന് പരിഹാരമാണ് ഇതാ പിടിച്ചോളി. ഈ പറഞ്ഞ 3 വിഭാഗം, ഏത് കച്ചവടമില്ല എല്ലാം ഓൺലൈനായി പോയി എന്ന് പരിതപിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളും, അതുപോലെ ഉള്ള കച്ചവടം പൂട്ടിയിട്ട് ഇനി എന്ത് ചെയ്യണം, കച്ചവടം നടത്തണം, പക്ഷേ കടമുറി എടുക്കാൻ പൈസയില്ല, ഡെപ്പോസിറ്റ് എടുക്കാൻ പൈസയില്ല, സാധനം എടുക്കാൻ പൈസയില്ല എന്നൊക്കെ കരുതിയിരിക്കുന്നവരും, അതുപോലെ ഇനി എന്തെങ്കിലും ഒന്ന് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരും, ഈ 3 പേർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ നിലവിൽ കട നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് കുഴപ്പമില്ല. നിങ്ങളുടെ പഞ്ചായത്തിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ പഞ്ചായത്ത് ഒരു ചീഞ്ഞ പഞ്ചായത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ നിലവിൽ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് എവിടെയെങ്കിലും ഒരു കുഞ്ഞു ഷെഡ് ഉണ്ടാക്കണം. അത് നിങ്ങളെ കടയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തൊരു നമ്പരൊക്കെ വാങ്ങി ഒരു ഒരു കടയായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് ലൈസൻസ് എടുത്തോളി. ഇല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ അനധികൃത വ്യാപാരം എന്ന് പറഞ്ഞിട്ട് ഇവന്മാർ ചൊറിയാൻ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അല്ല, നിങ്ങളുടെ പഞ്ചായത്ത് ഒരു നല്ല പഞ്ചായത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കടയൊന്നും വേണ്ട, നിങ്ങളെ വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു റൂമിൽ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാം. ഇത്രയും മതി. നിങ്ങൾ അവിടെ വെച്ച് കച്ചവടം ചെയ്യുന്നില്ല, നിങ്ങൾ ഓൺലൈനാണ് കച്ചവടം ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ മൊബൈൽ എടുത്തോ. മൊബൈൽ എടുത്തിട്ട് അതിൽ പ്ലേ സ്റ്റോർ തുറന്നിട്ട് JII എന്നൊന്ന് ടൈപ്പ് ചെയ്തോ. ജി. അപ്പോൾ ഈ കാണുന്നത് പോലെ ഒരു ആപ്ലിക്കേഷൻ കാണും. ആ ആപ്ലിക്കേഷൻ നിങ്ങളങ്ങ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് നിങ്ങളൊരു കടയങ്ങ് ഉണ്ടാക്കുക. എന്നിട്ട് കടയ്ക്ക് ഒരു ചിത്രമൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ കട ഉള്ളവരാണെങ്കിൽ മുന്നിൽ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അതിനകത്ത് കൊടുത്ത് അതിമനോഹരമായ ഒരു കട സൃഷ്ടിക്കുക. നിങ്ങളുടെ കടയിൽ എന്തൊക്കെയാണ് കച്ചവടം ചെയ്യാൻ വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഒക്കെ ഫോട്ടോ എടുത്ത് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ വിലയടക്കം അങ്ങോട്ട് കൊടുക്കുക. അതോടുകൂടി നിങ്ങളുടെ ഓൺലൈൻ സ്റ്റോർ റെഡിയായി. എന്നിട്ട് നിങ്ങൾ വാട്സപ്പ് തുറക്കുക. കുറേ ഗ്രൂപ്പുകൾ, നിങ്ങൾ ഉൾപ്പെട്ട കുറേ ഗ്രൂപ്പുകൾ ഉണ്ടാവും നിങ്ങളുടെ ലൊക്കാലിറ്റി ഉള്ള. ആ ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ പറയുക, ഞങ്ങളുടെ സ്ഥാപനം ഓൺലൈൻ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എത്തിച്ചേരാം കേട്ടോ. ഇത്ര കിലോമീറ്റർ ചുറ്റളവിൽ നിങ്ങൾക്ക് സാധനങ്ങൾ ഞങ്ങൾ എത്തിച്ചേരാം, നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി. ഈ ആപ്ലിക്കേഷനിൽ കയറി ഓർഡർ ചെയ്താൽ മതി എന്ന് പറയുക. എന്നിട്ട് ആ ആപ്ലിക്കേഷൻ ഏതാണെന്ന് നിങ്ങൾ അവിടെ ആ വാട്സപ്പിൽ പറയാം. അവരുടെ ഫോണിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തോളും, നിങ്ങളെടുത്ത് ഓർഡർ തന്നോളും. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുമ്പോൾ ആ സാധനം അവർക്ക് കൊണ്ടു കൊടുത്തിട്ട് പൈസ വാങ്ങിക്കൊണ്ട് നിങ്ങൾ പോകുന്നോളി. ആപ്ലിക്കേഷനിലേക്ക് പൈസ ഒന്നും കൊടുക്കണ്ട. ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് പൈസ വാങ്ങേയില്ല. നിങ്ങൾ കൊടുക്കുന്ന സാധനത്തിന്റെ വില നിങ്ങൾക്ക് തന്നെ നേരിട്ട് വാങ്ങിയെടുക്കാം. ഇനി കടം കൊടുക്കണമെങ്കിൽ കടം കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. മനസ്സിലായല്ലേ? ഇനി ചിലരുണ്ട് വീട്ടിൽ നിന്ന് വിളിച്ച് പറയും, ഈ സാധനങ്ങൾ എടുത്തു വെക്കിട്ടോ, എടുത്തു വെച്ചിട്ട് പിന്നെ ഞാൻ വന്ന് എടുത്തോളാം എന്ന് പറയുന്നവരുണ്ട്. അവരും ഇതിനകത്ത് കയറി ഓർഡർ ചെയ്താൽ മതി. ഓർഡർ ചെയ്യുമ്പോൾ റെഡി ആകുമ്പോൾ അവർ വിളിക്കുക, നിങ്ങൾ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടി? ഞങ്ങളിപ്പോൾ വരാം എന്ന് പറയണം. അവർ വന്ന് അവർ കൊടുത്തു വിട്ടു, പൈസ വാങ്ങി കൊടുത്തു വിട്ടോ. അവർ വരുന്നു, സാധനം കൊടുക്കുന്നു, പൈസ വാങ്ങുന്നു, പോകുന്നു. ഇനി അതല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ കൊടുത്തു വിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആയിക്കോട്ടെ, ആ പൈസ എത്രയെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുത്താൽ ഗൂഗിൾ പേ അവർ ചെയ്തു തരും. നിങ്ങളൊരു ഓട്ടോറിക്ഷ കയറ്റി അങ്ങ് പറഞ്ഞു വിട്ടാൽ മതി. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെലിവറി ചെയ്യണമെന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ. ചിലപ്പോൾ ഒരു മിനിമം ഡെലിവറിക്ക് പൈസ വേണമെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ ഡെലിവറി ചാർജ് ഈടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സ്കൂട്ടർ കയറ്റിട്ട്, ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ആ സ്കൂട്ടർ കയറ്റിട്ട് പേരെ കൊണ്ടൊന്ന് കൊടുത്തോളി, അടുത്ത് തന്നെയാണല്ലോ. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനവും ഓൺലൈനാക്കി മാറ്റാൻ ഈ ആപ്ലിക്കേഷൻ മതി. സിമ്പിളായിട്ട് 3 ആൾക്കാർക്കും ഉപകാരമായി ഇല്ലേ? അപ്പോൾ ഇത് ഇനി നാളെയുടെ ആപ്ലിക്കേഷനാണ്. ഇതിന് ഇനി ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങുന്നതിനേക്കാളും പകുതിയുടെ പകുതി വിലയ്ക്ക് സാധനം കിട്ടാനുള്ള സംവിധാനങ്ങൾ വരും. അതായത് അത് ഉൽപാദകരിൽ നിന്ന് കൃത്യമായി നേരിട്ട് വാങ്ങാനുള്ള സംവിധാനം അധികം വൈകാതെ ഈ ആപ്ലിക്കേഷനിൽ വരും. അത് വരുമ്പോൾ നമുക്കത് ഉപയോഗിക്കാം. ഇപ്പോൾ നിങ്ങളുടെ കച്ചവടം നിങ്ങൾ ഈ ഓൺലൈനിലേക്ക് കൂടെ മാറ്റി നേരിട്ട് വാങ്ങുന്നവരും ആയിക്കോട്ടെ. ഇനി വീട്ടിലിരുന്നൊരു കച്ചവടം തുടങ്ങണമെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ മുടക്കി നിങ്ങൾ ആപ്ലിക്കേഷൻ ഉണ്ടാക്കണ്ട. നിങ്ങളെ കടയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കണ്ട. ഏത് കടയായാലും എന്ത് കച്ചവടമായാലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തോ, നിങ്ങളുടെ സ്ഥാപനം കൂടെ അതിനകത്ത് വെച്ചോ. നിങ്ങളുടെ കസ്റ്റമർക്ക് ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി കൊടു, അവർ ഇൻസ്റ്റാൾ ചെയ്തോളും, നിങ്ങൾക്ക് ഓർഡർ തരും, നിങ്ങൾ ഡെലിവറി ചെയ്ത് നിങ്ങൾക്ക് പൈസ വാങ്ങാം.
ഇനി ഒരു അങ്ങാടിയിൽ 10 പീടിക ഉണ്ടെന്ന് നോക്കിയോ, 10 പീടികയ്ക്കും 10 ഇൻസ്റ്റാളേഷൻ വേണ്ട. 10 പീടികക്കാർ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരാൾക്ക് ആ 10 പീടികയും കാണാൻ പറ്റും. അവന് ഇഷ്ടമുള്ളതെന്ന് വാങ്ങാം, ഇഷ്ടമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം, ഇഷ്ടമുള്ളിടത്തുനിന്ന് പർച്ചേസ് ചെയ്യാം. ചിലപ്പോൾ ഒന്ന് പച്ചക്കറി കടയായിരിക്കും, ഒന്ന് പലചരക്കടയായിരിക്കും, ഒന്ന് മീൻ പിടിക്കാനും, എല്ലാം അതിനകത്ത് തന്നെ ഉണ്ടാവും. ഇന്നത്തെ മീൻ ഏതാന്ന് അതിനകത്ത് ഉണ്ടാവും. പോയി ചോദിക്കേണ്ട ആവശ്യമില്ല, വിളിക്കേണ്ട ആവശ്യമില്ല. കയറി നോക്കുമ്പോൾ ഇന്നത്തെ മീനുകൾ കൃത്യമായി അതിന്റെ വില അതിന്റെ താഴെ ഉണ്ടാവും. ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി, ഓർഡർ ചെയ്ത സാധനം വിലയിലെത്തുമല്ലോ, ഇല്ലേ? അതുകൊണ്ട് അതാണ് അതിന്റെ സൗകര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊ തന്നെ ഇൻസ്റ്റാൾ ചെയ്തോളി, നിങ്ങൾ കച്ചവടം കൊണ്ട് പൊടി പിടിച്ചോളി. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്താൽ മതി, നമുക്ക് മറുപടി മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. Different angles. Don't forget to subscribe and support this channel.